കൊടൈക്കനാലിലെ പ്രശസ്തമായ ടൂറിസ്റ്റ് പ്ലേസായ കൊക്കേഴ്സ് വാക്കിൽ ഒരു സ്ത്രീ കയ്യിൽ 2 ബാഗൊക്കെ പിടിച്ചുകൊണ്ട് സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കും പോലെ നിൽക്കുകയാണ്. കുറച്ചു നേരം ആ സ്ത്രീ അവിടെയൊക്കെ നോക്കി നിന്നു. ശേഷം നേരെ തൊട്ടടുത്തുള്ള ടാക്സി സ്റ്റാൻഡിലേക്ക് ചെന്നു. അവിടുത്തെ ഒരു ടാക്സിക്കാരനോട് എനിക്കൊരു ദൂരയാത്ര പോകാനുണ്ട്, കന്യാകുമാരി വരെ, അവിടെ നിങ്ങൾക്ക് എന്നെ എത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അയാൾ ഓക്കെ എന്ന് പറഞ്ഞു. കാരണം വലിയൊരു ഓട്ടമാണ് അയാൾക്ക് കിട്ടിയിരിക്കുന്നത്. ഒടുവിൽ അവർ ആ യാത്ര പുറപ്പെടുകയാണ്. കുറച്ച് ദൂരം കാർ എത്തിയതും ഡ്രൈവർ കാർ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഒരൊറ്റ ഓട്ടമാണ് കാറിൽ നിന്നും. എന്തിനായിരിക്കും അയാൾ അങ്ങനെ ചെയ്തത്? അയാൾ എവിടേക്കാണ് ഓടിപ്പോയത്? പിന്നീട് എന്താണ് ഉണ്ടായത്? നമുക്ക് ആ സംഭവത്തിലോട്ടൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. കന്യാകുമാരി വരെ പോകാൻ ടാക്സി വിളിച്ച ആ സ്ത്രീക്ക് അവരുടെ കയ്യിലുള്ള ഭാരമേറിയ ലഗേജ് എടുത്തു പൊക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രൈവർ ആ 2 ലഗേജും എടുത്ത് കാറിൽ വെക്കാൻ പോയെങ്കിലും അവരതിനൊന്നും സമ്മതിച്ചില്ല. അവർ തന്നെ ആ ലഗേജ് എല്ലാം ബാഗിൽ എങ്ങനെയോ എടുത്തു വച്ചു. യാത്ര ആരംഭിച്ച് കുറച്ചു ദൂരം പോയപ്പോഴത്തേക്കും കാറിൻ്റെ ടയറും പഞ്ചറായി. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ സംഭവിച്ചതിൽ ഡ്രൈവറെക്കാളും കൂടുതൽ ടെൻഷൻ ആ സ്ത്രീക്കായിരുന്നു. ഇത് മനസ്സിലാക്കിയ അയാൾ തൊട്ടടുത്തുള്ള ഒരു ടെലിഫോൺ ബൂത്തിൽ നിന്ന് മറ്റൊരു ടാക്സി വിളിക്കുകയാണ്. നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഞാൻ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്, മറ്റൊരു ഡ്രൈവർ ഇപ്പോൾ തന്നെ വരും എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ആ സ്ത്രീയെ സമാധാനപ്പെടുത്തി. ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ട് കാറിൽ നിന്നും പുറത്തിറങ്ങി ആ സ്ത്രീ വെയിറ്റ് ചെയ്തു. പകരം വന്ന വണ്ടി ഒരു ഒമിനി വാനായിരുന്നു. ആ ഒമിനി വാനിൻ്റെ ഡ്രൈവറുടെ പേരാണ് രാജ. രാജയ്ക്ക് ഈ കേസിൽ വലിയൊരു പ്രാധാന്യം തന്നെ ഉണ്ട്. അത് പോകവെ തന്നെ മനസ്സിലാവും. രാജ ആ ടാക്സിയിൽ നിന്നും ആ സ്ത്രീയുടെ ബാഗുകൾ എടുത്ത് ഒമിനിയിൽ വയ്ക്കാൻ ശ്രമിച്ചതും നിങ്ങൾ തൊടണ്ട എന്ന് ദേഷ്യത്തോടെ ആ സ്ത്രീ പറഞ്ഞു. എന്നിട്ടും ആ സ്ത്രീ തന്നെ ആ ബാഗുകൾ ഒമിനിയിൽ വച്ചു. ഇത് കേട്ട് രാജ ആദ്യം ഒന്ന് ഞെട്ടി. വില കൂടിയ സാധനങ്ങൾ എന്തെങ്കിലും ഉള്ളത് കൊണ്ടായിരിക്കും ഈ സ്ത്രീ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കിയ രാജ ഒന്നും മിണ്ടിയില്ല. വാൻ ആയതുകൊണ്ട് തന്നെ ലഗേജ് എല്ലാം ആ സ്ത്രീയുടെ അടുത്ത് വെച്ചു. യാത്ര തുടരുകയാണ്. എന്നാൽ കുറച്ചു ദൂരം ചെന്നപ്പോൾ കാറിൽ നിന്നും എന്തോ ഒരു വൃത്തികെട്ട ദുർഗന്ധം വരുന്നതായിട്ട് രാജയ്ക്ക് തോന്നി. പോകെ അത് കൂടിക്കൂടി വരും പോലെയായി. എന്നാൽ ആ സ്ത്രീക്ക് മാത്രം അങ്ങനൊരു ഫീലേ ഇല്ല. അവർ വളരെ കൂളായിട്ട് തന്നെ ഇരിക്കുകയാണ്. എങ്ങനെ അവരോടിത് ചോദിക്കുമെന്ന് കരുതി അയാളൊന്നും ചോദിച്ചില്ല. പക്ഷേ രാജയ്ക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ദുർഗന്ധം വരാൻ തുടങ്ങി. അയാൾ പതുക്കെ വണ്ടി ഒരു സൈഡാക്കി നിർത്തി. എന്നിട്ട് ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾക്കിതിനകത്ത് നിന്നും ഒരു നാറ്റവും അടിക്കുന്നില്ലേ? അതോ നിങ്ങളത് സഹിച്ച് മിണ്ടാതിരിക്കുന്നതാണോ? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് ഒരു നാറ്റവും തോന്നുന്നില്ല. ഇത് കേട്ട് രാജയ്ക്കാകെ ദേഷ്യം വന്നു. അയാൾ പറഞ്ഞു, നിങ്ങളുടെ ഈ പെട്ടിയിൽ നിന്നുമാണ് ഈ നാറ്റം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഇതിനകത്ത് എന്തെന്ന് പറയാതെ ഞാൻ വണ്ടി എടുക്കില്ല. അയാളത് തറപ്പിച്ച് പറഞ്ഞതും ഈ സ്ത്രീ രാജ ഇങ്ങനെ ചോദിക്കുമെന്നും ഇങ്ങനെ പറയുമെന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒടുവിൽ അവർ കുറച്ച് കാര്യങ്ങൾ രാജയോട് പറയുകയാണ്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ കാമുകനെ കൊന്ന് പെട്ടിയിലാക്കി വച്ചിരിക്കുകയാണ്. ഇത് എവിടെയെങ്കിലും കൊണ്ട് കളയാൻ നിങ്ങൾ എന്നെ സഹായിക്കണം. എത്ര കാശ് വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാം. രാജ ഇത് കേട്ട് അടിമുടി വിറച്ചു. ഒടുവിൽ ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് അയാൾ പറയുകയാണ്. അവർ കന്യാകുമാരിയിലേക്ക് അങ്ങനെ യാത്ര തിരിച്ചു. ആ സ്ത്രീക്കാണെങ്കിൽ രാജ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ സമാധാനമായി. എന്നാൽ വണ്ടി നേരെ ചെന്ന് നിന്നത് പോലീസ് സ്റ്റേഷൻ്റെ മുൻപിലായിരുന്നു. അയാൾ കാറിൽ നിന്നും കരഞ്ഞുകൊണ്ട് സ്റ്റേഷനിലേക്ക് ഓടി കയറി. എന്നിട്ട് എൻ്റെ വണ്ടിയിലൊരു സ്ത്രീ ഇരിപ്പുണ്ട് സാറേ, അവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇയാൾ ഇങ്ങനെ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ആ സ്ത്രീ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഓടി. അല്പദൂരം പോകുന്നതിന് മുന്നേ തന്നെ പോലീസ് അവരെ പിടിച്ചു. ശേഷം അവരുടെ ആ 2 സൂട്ട് കേസുകൾ തുറന്നപ്പോൾ പോലീസ് ഞെട്ടി. ഒരു മനുഷ്യനെ കൊന്ന് കഷ്ണങ്ങളാക്കിയിരിക്കുന്നു. കൂടുതൽ പരിശോധനകൾക്കായി ആ 2 സൂട്ട് കേസുകളും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അതിനുശേഷമാണ് ആ സ്ത്രീയെ പോലീസ് ചോദ്യം ചെയ്യുന്നത്. ഇന്ത്യ മുഴുവൻ വിറപ്പിച്ച ഇന്നും ചർച്ചാ വിഷയമായ ഒരു കേസിന് അന്ന് തുടക്കം കുറിക്കുകയായിരുന്നു. ആ സ്ത്രീയുടെ പേരാണ് ഡോക്ടർ ഓമന. ആരാണ് ഡോക്ടർ ഓമന? എന്താണ് ആ സ്ത്രീ അന്ന് പോലീസിനോട് പറഞ്ഞത്? കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് ഓമന ജനിക്കുന്നത്. ഇടത്തരം കുടുംബമാണെങ്കിലും പഠനത്തിൽ അവൾ മിടുക്കിയായിരുന്നു.
അതുകൊണ്ട് തന്നെ ഓമനയെ മെഡിസിന് വിട്ട് ഡോക്ടറാക്കാനാണ് പാരൻസ് ആഗ്രഹിച്ചത്. 1981 ഓമന ഒഫ്താൽമോളജിയിൽ MBBS എടുത്ത് ഒരു ഐ ഡോക്ടർ ആവുകയാണ്. കരിയറിൽ ഉന്നതി നിൽക്കുന്ന സമയത്താണ് കോളേജിലെ തൻ്റെ ക്ലാസ്മേറ്റ്സും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ രാധാകൃഷ്ണനുമായിട്ട് പ്രണയിച്ച് ഓമന വിവാഹം കഴിക്കുന്നത്. ആ ദാമ്പത്യത്തിൽ അവർക്ക് 2 കുട്ടികളും ജനിച്ചു. അങ്ങനെ ഒരു ദിവസം വീട് പുതുക്കി പണിയാനായിട്ട് ഒരു എഞ്ചിനീയറെ കണ്ടുപിടിക്കണമെന്ന് ഓമന ഭർത്താവിനോട് പറയുകയാണ്. എന്നാൽ തൻ്റെ തിരക്കുകൾക്കിടയിൽ എനിക്കതിനൊന്നും നേരമില്ലാത്തതുകൊണ്ട് നീ തന്നെ എല്ലാം നോക്കിയാൽ മതിയെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു. അങ്ങനെയാണ് തൻ്റെ നാടായ പയ്യന്നൂരിലെ കോൺട്രാക്ടറും ആർക്കിടെക്റ്റുമായ മുരളീധരനെ ഓമന കണ്ടുമുട്ടുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ പ്ലാനൊക്കെ ചെയ്തിട്ട് വീട് പണി ആരംഭിക്കുകയാണ്. ഭർത്താവിൻ്റെ തിരക്കും മുരളീധരൻ്റെ അമിത സ്വാതന്ത്ര്യവും ഓമനയുടെ ജീവിതം മാറ്റിമറിച്ചു. മുരളീധരനുമായിട്ട് ഓമന കൂടുതൽ അടുക്കുകയാണ്. എല്ലാ ലിമിറ്റുകളും ക്രോസ് ചെയ്തു. അവർക്കിടയിൽ സെക്ഷൽ റിലേഷൻഷിപ്പും കൂടി ആയതോടെ ഓമന മുരളീധരന് ഇടയ്ക്കിടയ്ക്ക് വില കൂടിയ സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കവേ രാധാകൃഷ്ണൻ ഇവരുടെ ഈ അടുപ്പത്തിനെ പറ്റി എല്ലാം മനസ്സിലാക്കുകയാണ്. അതോടെ രാധാകൃഷ്ണൻ 2 കുട്ടികളെയും കൊണ്ട് മാറി താമസിക്കാൻ തുടങ്ങി. പക്ഷെ ഇതൊന്നും ഓമന മൈൻഡ് ചെയ്തില്ല. മുരളീധരനോടുള്ള പ്രണയം അവരെ എല്ലാത്തിൽ നിന്നും അകറ്റി. എല്ലാ ശല്യവും നീങ്ങി എന്ന് സമാധാനിച്ച് ഓമന കാമുകനുമായിട്ട് പിന്നെ എപ്പോഴും സമയം ചിലവഴിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും സമൂഹത്തിൽ ഈ സ്ത്രീയുടെ പേര് മോശമായി കൊണ്ടിരുന്നു. ഓമന ഒരു ദിവസം മുരളീധരനോട് പറയുകയാണ്, നീ എന്നെ കല്യാണം കഴിക്കണം. എന്നാൽ അയാൾക്ക് ഭാര്യയും 2 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് അതൊന്നും ഉപേക്ഷിക്കാൻ സാധ്യമല്ല. ഇതും പറഞ്ഞ് ഇവർക്കിടയിൽ എന്നും വഴക്ക് നിത്യസംഭവമായിക്കൊണ്ടിരുന്നു. എന്നിരുന്നാലും മുരളീധരൻ എപ്പോൾ പണം ആവശ്യപ്പെട്ടാലും ഓമന കൊടുക്കുകയും ചെയ്യും. കൂടാതെ പല വിലയേറിയ സമ്മാനങ്ങളും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നു. ഒടുവിൽ ഓമന മുരളീധരനൊപ്പം മലേഷ്യയിലേക്ക് പോകാൻ വേണ്ടി ആമിന ബിന്ധ്യ അബ്ദുള്ള എന്ന പേരിൽ കള്ള പാസ്പോർട്ട് ഉണ്ടാക്കുകയാണ്. ആദ്യം മലേഷ്യക്ക് പോയത് ഓമനയാണ്. അവൾ പോയതിന് പിന്നാലെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുരളീധരനും മലേഷ്യയിലേക്ക് പോയി. അവിടെ പോയിട്ട് കള്ളപ്പേരിൽ തന്നെ ഇവർ രജിസ്റ്റർ മാരേജും കഴിച്ചു. എന്നാലും മുരളീധരനും ഓമനയുമായിട്ടുള്ള ലൈഫ് അത്ര സെറ്റായില്ല. അയാൾക്ക് അവരുടെ പണത്തിനോടായിരുന്നു സ്നേഹം മൊത്തം. അവിടെ ഒരു ഐ ഡോക്ടറായിട്ട് ഓമന ജോലി നോക്കിയിരുന്നു. എന്നാൽ അവരുടെ ശമ്പളം മുഴുവനും മുരളീധരനാണ് പറ്റിയിരുന്നത്. പതിയെ പതിയെ ഓമന ആ സത്യം തിരിച്ചറിഞ്ഞു. തന്നോടല്ല തൻ്റെ പണത്തിനോടാണ് അയാൾക്ക് താല്പര്യമെന്ന്. അവർക്കാകെ ഭ്രാന്ത് പിടിച്ചു. അപ്പോഴാണ് വീണ്ടും മുരളീധരൻ കാശ് ആവശ്യപ്പെടുന്നത്. തൻ്റെ കയ്യിൽ പണമില്ല എന്ന് ഓമന തീർത്തു പറഞ്ഞു. ഇതോടെ ഇവർ തമ്മിൽ വഴക്കുണ്ടായി. ഒടുവിൽ വഴക്കിട്ട് മുരളീധരൻ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. എന്നാൽ ഒറ്റപ്പെടൽ വല്ലാതെ അലട്ടിയതോടെ ഓമന മുരളീധരനുമായിട്ട് വീണ്ടും അടുക്കുകയും അയാൾ ചോദിക്കുന്ന എല്ലാം കൊടുക്കുകയും ചെയ്തു. ഒടുവിൽ ഒരു പ്രാവശ്യം ഇയാൾ കാശ് ചോദിക്കുകയാണ്. എന്നാൽ ഓമനയുടെ കയ്യിൽ കാശില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ പകരം അവരുടെ ആഭരണങ്ങൾ ആവശ്യപ്പെട്ടു. അതും ഓമന സന്തോഷത്തോടെ കൊടുക്കുകയാണ്. പിന്നീടാണ് ശരിക്കുമുള്ള മുരളീധരൻ്റെ സ്വഭാവം എന്തെന്ന് ഓമന മനസ്സിലാക്കിയത്. ഒരു ദിവസം ഓമന ഈ കൊടുക്കലുകളെല്ലാം അങ്ങ് നിർത്തി. അതോടെ അയാൾക്ക് കലി കയറി. പിന്നെ അയാൾ ഓമനയെ ഭീഷണിപ്പെടുത്തി. നീ കള്ള പാസ്പോർട്ടിലാണ് മലേഷ്യയിൽ ഇരിക്കുന്നതെന്ന് ഓർമ്മിക്കണം. ഞാൻ ഈ എംബസിയോട് ഇത് പറയുകയാണെങ്കിൽ നീ അകത്താകും. ഇത് ഭീഷണിപ്പെടുത്തൽ ഓമനയിൽ പക വളർത്തി. ഉടനെ ഓമന താൻ ഇന്ത്യയിലേക്ക് വരുമെന്നും അപ്പോൾ പണവും സ്വർണവും ഒക്കെ തരാമെന്നൊക്കെ പറയുകയാണ് ഫോൺ ചെയ്തിട്ട്. അങ്ങനെ 1996 കൃത്യമായ പ്ലാനിങ്ങോടെ ഓമന മലേഷ്യയിൽ നിന്നും ട്രിവാൻഡ്രം എയർപോർട്ടിലെത്തി. നേരെ സഹോദരൻ്റെ വീട്ടിൽ പോയി. ഡൽഹിയിൽ അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്, അതിന് പോവുകയാണെന്ന് സഹോദരനോട് കള്ളം പറഞ്ഞ് ഊട്ടിയിലെത്തി. അവിടെ ഒരു ലോഡ്ജിൽ ഹേമ എന്ന പേരിൽ റൂം എടുത്തു. ആ റൂമിൽ കുറച്ചു നേരം ഇരുന്ന് ഓമന എല്ലാം ഒന്നും കൂടി പ്ലാൻ ചെയ്ത ശേഷം അവിടെ നിന്നും 7 കിലോമീറ്റർ അപ്പുറത്തുള്ള മറ്റൊരു ആഡംബര ഹോട്ടലിൽ റൂം എടുത്തു. അങ്ങനെ 2 റൂം ഊട്ടിയിൽ തന്നെ എടുത്തു. അതിനുശേഷം അവിടെയൊക്കെ കുറച്ച് കറങ്ങിയിട്ട് നേരെ കാലിക്കട്ടിലെത്തി. അവിടെ നിന്ന് മുരളീധരനെ ഫോൺ ചെയ്തിട്ട് നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയാണ്. അയാളോട് ഞാൻ നിനക്ക് തരാൻ കൊണ്ടുവന്നത് മുഴുവൻ ഊട്ടിയിലാണ് ഇരിക്കുന്നത്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 പേരും ഊട്ടിയിലെത്തി. അവർ 2 പേരും അവിടെയൊക്കെ അടിച്ച് കറങ്ങി നടന്നു. ശേഷം ആ 2ാം റൂം എടുത്ത ആ ആഡംബര ഹോട്ടലിലെത്തി.
അവിടെ ഓമന ഗംഭീര പാർട്ടി ഒരുക്കിയിരുന്നു മുരളീധരന് വേണ്ടിയിട്ട്. അത് അയാളുടെ അവസാന അത്താഴമാണെന്ന് അയാൾ അറിഞ്ഞില്ല. പിറ്റേ ദിവസം ആദ്യമെടുത്ത റൂമിലേക്ക് മുരളീധരനെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ധാരാളം സാധനങ്ങളൊക്കെ ഓമന വാങ്ങി വച്ചിരുന്നു. കുറേ കോട്ടൺ, സിറിഞ്ച്, അനസ്തേഷ്യ മരുന്ന്, പ്ലാസ്റ്റിക് ബാഗ്സ്, സർജിക്കൽ ഗ്ലൗസ്, കത്തി, അങ്ങനെ കുറേ സാധനങ്ങൾ. അവിടെ എത്തിയപ്പോൾ ഓമന ഒരു കാര്യം അയാളോട് പറഞ്ഞു. സെക്ഷലി ബന്ധപ്പെടുമ്പോൾ കൂടുതൽ എനർജി കിട്ടാനായിട്ട് ഞാനൊരു മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇഞ്ചക്ട് ചെയ്താൽ നല്ലതാണ്. അത് കേട്ടപാടെ മുരളീധരൻ പെട്ടെന്ന് ഇഞ്ചക്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഇതോടെ ഹെവി ഡോസ് അനസ്തേഷ്യ ഓമന അയാളുടെ ശരീരത്തിൽ കുത്തിവെച്ചു. അയാൾ മരണത്തിലേക്ക് പോകുന്നത് കണ്ട് അത് ആസ്വദിച്ച ഓമന രക്തം കട്ടപിടിക്കാനുള്ള ഒരു ഇഞ്ചക്ഷനും കൂടെ ഉടനെ കുത്തിവെച്ചു. മുരളീധരൻ്റെ മരണശേഷം അയാളുടെ ബോഡി പീസാക്കിയിട്ട് പ്ലാസ്റ്റിക് ബാഗിൽ വാരിയിട്ട് 2 സുട്ട്കേസിൽ നിറച്ചു. എല്ലാം ക്ലീൻ ആക്കിയിട്ട് ഓമന റൂം വെക്കേറ്റ് ചെയ്തു. 2ാം റൂമിൽ പോയി സാധനങ്ങളൊക്കെ എടുത്ത് അതും വെക്കേറ്റ് ചെയ്തു. ഇത് എവിടെയെങ്കിലും കളയാൻ ശ്രമിച്ചെങ്കിലും അവർക്കതിന് സാധിച്ചില്ല. 2 ബോട്ടിൽ സ്പ്രേ വാങ്ങി സ്മെല്ലടിക്കാതിരിക്കാൻ സൂട്ട്കേസിൽ അടിച്ചു. ഇത് അഴുകുന്നതിന് മുൻപ് കളയാൻ വേണ്ടിയിട്ട് ഓമന കൊടൈക്കനാലിലെ കൊക്കേഴ്സ് വാക്കിലെത്തി. ഗ്രീൻ വാലി ഹോട്ടലിൽ റൂം എടുത്തു. കൊടൈക്കനാലിലെ മലമുകളിൽ നിന്നും താഴേക്ക് സൂട്ട്കേസ് ഇടാനായിരുന്നു പ്ലാൻ. എന്നാൽ അവിടെ നിറച്ച് വിനോദസഞ്ചാരികൾ ഉള്ളതുകൊണ്ട് അതിന് ഓമനയ്ക്ക് സാധിച്ചില്ല. അങ്ങനെയാണ് കന്യാകുമാരിയിലെ കടലിൽ കളയാൻ തീരുമാനിച്ച് അവർ നേരത്തെ പറഞ്ഞതുപോലെ ടാക്സി വിളിക്കുന്നത്. അങ്ങനെ ഓമന പിടിയിലാവുകയും ചെയ്തു. ഓമനയെ പോലീസ് തെളിവുകളോടെ ജയിലിലാക്കി. 4 വർഷത്തിനു ശേഷം 2001 ഓമനയ്ക്ക് ജാമ്യം ലഭിച്ചു. എന്നാൽ ജാമ്യത്തിലിറങ്ങിയ ഓമനയെ പിന്നെ പോലീസിന് കിട്ടിയില്ല. ഓമന മലേഷ്യയിലേക്ക് കടന്നു കളഞ്ഞുവെന്ന് പോലീസിന് സംശയമായിരുന്നു. തമിഴ്നാട് പോലീസും കേരള പോലീസും ഓമനയ്ക്ക് വേണ്ടി വലവിരിച്ചെങ്കിലും കിട്ടാതെ ആ ഓമനയുടെ കേസ് 2007 ഇന്റർപോളിൻ്റെ ശ്രദ്ധയിലാവുന്നത്. ഇന്റർപോളും ഈ കേസിൽ ഇൻവോൾവ്ഡ് ആയതോടെ ഇന്റർനാഷണൽ ലെവലിൽ ഡോക്ടർ ഓമന പിടികിട്ടാപ്പുള്ളിയുടെ ലിസ്റ്റിലായി. ഇപ്പോഴും ഓമന ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. ലേഡി സുകുമാരക്കുറുപ്പ് എന്ന പേരിൽ കേരളത്തിലും ഇന്റർപോൾ ഇടപെട്ട കേസായതുകൊണ്ട് ലോകം മുഴുവനും ഡോക്ടർ ഓമന കേസ് ഇന്നും അറിയപ്പെടുന്നു. ഈ ഒരു സംഭവത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.